ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റലേഷൻ സമയത്ത് എറർ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ ആദ്യത്തെ സ്വിച്ച് ഓൺ നടത്താൻ പ്രാപ്തരാകും. ആവശ്യമുള്ള ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ് ആൻഡ് എക്യുപ്മെന്റ്സ്. ടൂൾസ്: ഹാമർ 1 kg, സ്ക്രൂ ഡ്രൈവർ സെറ്റ്, ക്രിമ്പിംഗ് ടൂൾ 3 mm to 16 mm, DE ഡബിൾ എൻഡഡ് സ്പാനർ സെറ്റ് 6 mm to 15 mm, മൾട്ടിമീറ്റർ, ഇൻസ്റ്റാൾഡ് സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റം. ഫസ്റ്റ് സ്വിച്ചിനു വേണ്ടി റെഡിയാകാം. ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സേഫ്റ്റി പ്രിക്കോഷൻസും നോക്കണം. ഡ്രോയിങ്ങിലുള്ളതുപോലെ എല്ലാ കണക്ഷൻസും നന്നായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ എറേഴ്സ് വന്നേക്കാമെന്നും ചെക്ക് ലിസ്റ്റ് റെഡിയാക്കണം. ഓൾ പോയിന്റും റെഡിയാക്കണം. ചെക്ക് ലിസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആയതുകൊണ്ട് ടീം ലീഡർ അത് സൈൻ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ക്വസ്റ്റ്യനെയർ ഫോർമാറ്റിൽ എല്ലാ പോയിന്റുകളും ലിസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഓരോ ടീമിനെയും അവരുടെ പ്രോജക്റ്റിനനുസരിച്ച് പ്രത്യേകം ടീമുകളായിട്ട് റെഡിയാക്കണം. സോ എല്ലാ ഒബ്സർവേഷനുകളും റെക്കോർഡ് ചെയ്തിട്ട് ടീം ലീഡർ ഇതിൽ സൈൻ ചെയ്തതിനു ശേഷം ബാക്കി ഫർദർ ആയിട്ട് അവർക്ക് പ്രൊസീഡ് ചെയ്യാം. സ്റ്റെപ്പ് വൈസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള SOP പോയിന്റ്സ് താഴെ കൊടുത്തിരിക്കുന്നു. സൈറ്റ് സർവേ ആൻഡ് ഷാഡോ അനലൈസ് നന്നായിട്ട് ചെക്ക് ചെയ്യണം. സ്റ്റെപ്പ് 2 ഫോട്ടോവോൾട്ടിക് അറേ മൗണ്ടിംഗ് സ്ട്രക്ചർ നന്നായിട്ട് തന്നെയാണോ ഉള്ളതെന്ന് നോക്കണം. സ്റ്റെപ്പ് 3 സ്ട്രക്ചർ എർത്തിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. സ്റ്റെപ്പ് 4 ഫോട്ടോവോൾട്ടിക് മോഡൽസിന്റെ കണക്ഷൻസ് എല്ലാം ഇൻസ്റ്റാളേഷന് ശേഷം ശരിയായിട്ടാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. സ്റ്റെപ്പ് 5 PV മൊഡ്യൂൾ ഫ്രെയിംസിന്റെ എർത്തിങ് നന്നായിട്ട് ചെക്ക് ചെയ്യണം. സ്റ്റെപ്പ് 6 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേർഡ് വയർസിൽ DC കേബിളിംഗ് ഉണ്ടാവണം. സ്റ്റെപ്പ് 7 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേർഡ് വയർസിൽ ഉള്ള AC കേബിളിംഗിന് ശേഷം ഇൻവെർട്ടറിന്റെ ഇൻസ്റ്റാളേഷൻ നോക്കണം. സ്റ്റെപ്പ് 8 സിസ്റ്റം പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി. സ്റ്റെപ്പ് 9 സൈനേജിന്റെ പ്ലേസിംഗ് ചെയ്യൽ. സ്റ്റെപ്പ് 10 പ്രീ കമ്മീഷനിങ് ടെസ്റ്റ്. സ്റ്റെപ്പ് 11 കമ്മീഷനിങ് ദ സിസ്റ്റം. ഇപ്പോൾ ഫസ്റ്റ് സ്വിച്ച് ഓണിന് വേണ്ടി റെഡി ആയിക്കോളൂ. ഇൻസ്റ്റാളേഷനിൽ ഒരു എററും ഇല്ലാത്ത രീതിയിൽ ഇത് ഇവാലുവേറ്റ് ചെയ്തോളൂ. എബോവ് ഫേസസിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് വൈസ്. ടെസ്റ്റിംഗ് ആൻഡ് സേഫ്റ്റി. ചെക്ക് ലിസ്റ്റ് പാരാമീറ്റർ. വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോൾ സേഫ്റ്റി പ്രൊസീജിയേഴ്സും എക്യുപ്മെന്റ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. റിമാർക്സ്: യെസ്. ശേഷം എല്ലാ ഡിസ്കണക്ട്സും ഓപ്പൺ പൊസിഷനിൽ ശരിയായിട്ടുള്ള വാർണിംഗ് ലേബലോടൊപ്പം ലോക്ക്ഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. യെസ്. ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് വൈസ്. ഫോട്ടോവോൾട്ടൈക് അറേ. ചെക്ക് ലിസ്റ്റ് പാരാമീറ്റർ. എല്ലാ മൊഡ്യൂൾസും അതിൻ്റെ മൗണ്ടിംഗ് ബ്രാക്കറ്റ്സിൻ്റെ കൂടെ സെക്യൂറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. റിമാർക്സ്: യെസ്. ഏതെങ്കിലും മൊഡ്യൂൾസ് ക്രാക്ക് ആയിട്ടുണ്ടോ എന്ന് വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. റിമാർക്സ്: യെസ്. ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് വൈസ്. വയറിംഗ്. ചെക്ക് ലിസ്റ്റ് പാരാമീറ്റർ. എക്സ്പോസ്ഡ് അറേ വയറിംഗ് ശരിയായ റേറ്റിംഗോടുകൂടിയും സൺലൈറ്റ് റെസിസ്റ്റൻസ് ഇൻസലേഷൻ കൂടിയുമാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. റിമാർക്സ്: യെസ്. എല്ലാ വയറിങ്ങുകളും പിന്നെ കണ്ട്യൂട്ട്സും പ്രോപ്പറായിട്ട് റേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിമാർക്സ്: യെസ്. ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് വൈസ്. ചാർജ് കൺട്രോളർ. ചെക്ക് ലിസ്റ്റ് പാരാമീറ്റർ. എല്ലാ വോൾട്ടേജ് സെറ്റിങ്ങും കറക്റ്റായിട്ടാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. റിമാർക്സ്: യെസ്. ചാർജ് കൺട്രോളറിൻ്റെ ഓപ്പറേഷനും വെരിഫൈ ചെയ്യണം. റിമാർക്സ്: യെസ്. ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് വൈസ്. ബാറ്ററീസ്. ചെക്ക് ലിസ്റ്റ് പാരാമീറ്റർ. എല്ലാ ടെർമിനലുകളും ആന്റി കൊറോസീവ് ജെല്ല് കൊണ്ട് കോട്ട് ചെയ്തിരിക്കണം. റിമാർക്സ്: യെസ്. ലൊക്കേഷനിൽ ആവശ്യത്തിനുള്ള നാച്ചുറൽ വെന്റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റിമാർക്സ്: യെസ്. ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് വൈസ്. ഇൻവെർട്ടർ. ചെക്ക് ലിസ്റ്റ് പാരാമീറ്റർ. ഡിസ്കണക്ട്സ് ഓപ്പണിലുള്ളപ്പോൾ ഇൻവെർട്ടറിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ടെർമിനൽ കണക്ഷനുകളും റിട്രോർക്കിലാണോ എന്ന് നോക്കണം. റിമാർക്സ്: യെസ്. ആവശ്യാനുസരണം അറേ ഓപ്പൺ സർക്യൂട്ടിൽ വോൾട്ടേജ് ഉണ്ടോ എന്ന് ഇൻവെർട്ടർ മാനുവൽ കൊണ്ട് വെരിഫൈ ചെയ്യണം. റിമാർക്സ്: യെസ്. ഗ്രൂപ്പ് ഓർ ബ്ലോക്ക് വൈസ്. ഗ്രൗണ്ടിംഗ്. ചെക്ക് ലിസ്റ്റ് പാരാമീറ്റർ. DC സർക്യൂട്ടിൽ ഒരേ ഒരു കണക്ഷൻ, പിന്നെ AC സർക്യൂട്ടിലും ഒരു കണക്ഷൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ സിസ്റ്റം ഗ്രൗണ്ടിങ്ങിനത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. ഇത് പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്.
remarks. Yes. Name of the company, address, plot number, street number, city, district, pin code, inspector's name, signature, team in charge name, signature. ഇപ്പോൾ ഫസ്റ്റ് സ്വിച്ച് ഓണിന് വേണ്ടി റെഡി ആയിക്കോളൂ. മോഡൽ ചെക്ക് ലിസ്റ്റ്. സോളാർ ഇലക്ട്രിക് ഫോട്ടോവാൾട്ടിക് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാളേഷൻ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോരോ ഐറ്റം തീർന്നതിന് ശേഷവും ഐറ്റത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ബോക്സിൽ ഡേറ്റ്, പിന്നെ ഏത് പേഴ്സണാണോ അത് സെറ്റ് ചെയ്യുന്നത് അവരുടെ പേരും മറ്റ് ഡീറ്റെയിൽസും എല്ലാം അതിൽ എൻ്റർ ചെയ്യണം. ഇൻസ്റ്റാളിംഗ് ചെയ്തത് ഇൻസ്റ്റാളിംഗ് കോൺട്രാക്ടർ ആണോ അല്ല ഓണർ ആണോ എന്നും ഉണ്ടാവണം. സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചെക്ക് ലിസ്റ്റിലുള്ള ഓരോ സെഷന്റെയും മേലെ അതിനാവശ്യമുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സും കൊടുത്തിട്ടുണ്ടാവും. അതും നമ്മൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യണം. ഫോട്ടോവാൾട്ടിക് സിസ്റ്റം ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ PPE അതായത് ഹാർഡ് ഹാറ്റ് ആൻഡ് ഐ പ്രൊട്ടക്ഷൻ ധരിച്ചിരിക്കണം. നോൺ കറന്റ് ക്യാരിയിങ് മെറ്റൽസ് എല്ലാം ശരിക്ക് ഗ്രൗണ്ടഡ് ആണോ എന്നും ചെക്ക് ചെയ്യണം. അതായത് അറേ ഫ്രെയിംസ്, റേക്സ്, മെറ്റൽ ബോക്സസ് എറ്റ്സെട്ര ഗ്രൗണ്ടിംഗ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. എല്ലാ ലേബൽസും പിന്നെ സേഫ്റ്റി സൈൻസും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങളിൽ ഉണ്ടോ എന്നും ചെക്ക് ചെയ്യണം. എല്ലാ സ്വിച്ചുകളും ഡിസ്കണക്ട് ആണോ എന്നും ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. മെയിൻ AC ഡിസ്കണക്ടറിൽ നിന്നും കമ്പൈനർ വരെ ഉള്ള സ്വിച്ചസ് എല്ലാം ഓപ്പൺ പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ എല്ലാ ബോക്സിന്റെ പുറത്തും വാർണിംഗ് സൈൻ ഉണ്ടാവണം. അപ്പോഴേ ഫോട്ടോവാൾട്ടിക് സിസ്റ്റം പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫോട്ടോവാൾട്ടിക് അറേ സർക്യൂട്ട് വയറിംഗ്. PPE ഹാർഡ് ഹാറ്റ് ആൻഡ് ഐ പ്രൊട്ടക്ഷൻ ധരിച്ചിരിക്കണം. ഹോം റൺ വയറുകൾ ചെക്ക് ചെയ്തിരിക്കണം. അതായത് ഫോട്ടോവോൾട്ടിക് മോഡ്യൂൾസിൽ നിന്നും കമ്പൈനർ ബോക്സ് വരെയുള്ളവ. DC സ്ട്രിംഗ് കമ്പൈനർ ബോക്സിൽ ഇതെല്ലാം തന്നെ ഉണ്ടാവും. ഇതിൽ വോൾട്ടേജ് ഉണ്ടോ ഇല്ലയോ എന്നും ചെക്ക് ചെയ്യണം. ഫ്യൂസസ് എല്ലാം ഊരിയ ശേഷം എല്ലാ സ്വിച്ചുകളും ഓപ്പണിലാണോ ഉള്ളതെന്ന് ഒരു തവണ കൂടി ചെക്ക് ചെയ്യണം. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ എങ്ങനെ ആദ്യത്തെ സ്വിച്ച് ഓൺ നടത്താം എന്ന് പഠിച്ചു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.